മാംഗോ സീസണിലെ മാങ്ങ റെസിപ്പീസ് നമ്പർ 3. നല്ല അടിപൊളിയായിട്ടുള്ള മാംഗോ ഫ്രൂട്ടി. മാങ്ങ ഈ ഒരു രീതിയിൽ തയ്യാറാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരാഴ്ച വരേക്കും കേടുകൂടാതെ കുടിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇത് തയ്യാറാക്കാനായിട്ട് 3 പഴുത്ത മാങ്ങയും ഒരു പച്ചമാങ്ങ എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞതിന് ശേഷം ചെറിയ കഷ്ണങ്ങളാക്കി ഒന്ന് മുറിച്ചെടുക്കാം. പച്ചമാങ്ങ പകുതി മാത്രം നമ്മളൊന്ന് മുറിച്ചെടുത്താൽ മതിയാവും. ഇനി നമ്മൾ മുറിച്ചെടുത്തിട്ടുള്ള ഈ മാങ്ങ കഷ്ണങ്ങൾ ഒരു മിക്സഡ് ജാറിലേക്ക് ചേർത്തതിന് ശേഷം വെള്ളമൊന്നും ചേർക്കാതെ തന്നെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അരച്ചെടുത്തിട്ടുള്ള ഈ മാംഗോ ജ്യൂസ് നമുക്കൊരു അരിപ്പ ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് അരിച്ചെടുത്തതിന് ശേഷം നമുക്കിതൊന്ന് തിളപ്പിക്കാനായിട്ട് വെക്കണം. ഒന്ന് തിളച്ച് തുടങ്ങുന്ന സമയത്ത് ഒരു കപ്പ് അളവിൽ പഞ്ചസാര കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് 7 മിനിറ്റോളം നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ബാക്കി വെച്ചിട്ടുള്ള പച്ചമാങ്ങ കഷ്ണങ്ങൾ ചെറുതായിട്ടൊന്ന് മുറിച്ച് ഇതിലേക്കൊന്ന് ചേർത്ത് 1 മിനിറ്റോടെ നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് തണുക്കാനായിട്ടൊന്ന് മാറ്റി വയ്ക്കാം. അതിനുശേഷം ഇതിലേക്ക് 3 കപ്പ് അളവിൽ നല്ല തണുത്ത വെള്ളവും 1 കപ്പ് അളവിൽ ഐസ് ക്യൂബ്സും കൂടെ ഒന്ന് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ടുള്ള മാംഗോ ഫ്രൂട്ടി റെഡിയായി കഴിയും. അപ്പോൾ എന്തായാലും തയ്യാറാക്കി നോക്കുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്തേക്കണേ.